ചെല്ലാനം മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു പുതിയ സെഗ്മെൻ്റ് ആരംഭിക്കുകയാണ്. സെഗ്മെൻറ്റിൻ്റെ പേര് പേൾസ് ഓഫ് ചെല്ലാണ്. സെഗ്മെൻറ്റിൻ്റെ ആശയമെന്ന് പറയുന്നത് നമ്മുടെ ചെല്ലാനത്ത് അറിയപ്പെടാതെ കിടക്കുന്ന ഒരുപാട് കലാകാരന്മാരും കായിക താരങ്ങളുമുണ്ട്. അവരിലെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഈ സെഗ്മെൻറ്റ് കൊണ്ടുള്ള ദൗത്യം. അതിനു മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട്. ഈ സെഗ്മെൻറ്റിൻ്റെ ആദ്യത്തെ അതിഥിയായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ നാടിനും ചെല്ലാനം ബഡ് സ്കൂളിനും അഭിമാനകരമായ നേട്ടങ്ങൾ കൈവരിച്ച ബിജു എന്ന വ്യക്തിത്വത്തെയാണ്. ഇദ്ദേഹം സംസ്ഥാന തലത്തിൽ 4ഓളം സമ്മാനങ്ങൾ വാരിക്കൂട്ടുകയും ജില്ലാതലത്തിൽ കലാപ്രതിഭയായി മാറുകയും ചെയ്ത ഒരു ചരിത്രമുണ്ട്. ഇൻസ്ട്രുമെൻ്റ് കൈകാര്യം ചെയ്യുന്നതിലും പാടുന്നതിലും ഡാൻസ് ചെയ്യുന്നതിലും ഇദ്ദേഹം വളരെ വിദഗ്ധനാണ്. നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. ദാഹം ഭാവജാലം പീലി നീത്തി വർണ്ണങ്ങളാ മേലെ കതിർമാല കൈകൾ നീട്ടി ഇതു തമ്പൊരു നീലേ ഒരു തമ്പൊരു പോലെ ഇന്നും ആകാശത്തേരുന്നു നീയൊന്നു തേരോട്ടം മോഹം കൊണ്ടു ഞാൻ മധു തേടിപ്പോയി നീലേ താഴെ തളിരാൻ പൂവനങ്ങൾ മോഹം കൊണ്ടു ഞാൻ മധു തേടിപ്പോയി. ബിജുവിൻ്റെ പാട്ട് കേൾക്കുന്തോറും നമുക്ക് കൂടുതൽ ബിജുവിൻ്റെ പെർഫോമൻസ് കാണാനാണ് ആഗ്രഹിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്കൊരു പാട്ട് കൂടി നമുക്ക് ബിജുവിനെ കൊണ്ട് പാടിക്കാം. നമുക്ക് ചെറിയൊരു താളമൊക്കെ ഇട്ടിട്ട് ഒരു ഗാനം കൂടി നമുക്കൊന്ന് ആരംഭിക്കാം. പറയുന്നതും നോക്കി നെഞ്ചു പൊടിഞ്ഞൊന്ന് തീരി നിൽക്കേ ശാസിച്ചു നിർത്തി മരുമകളെങ്കിലും മുത്തശ്ശിക്കൊപ്പം നോടിയേക്കാൻ കൈനീട്ടി നിന്നു കരഞ്ഞു പൈതൽ മക്കളാം 4 പേരുണ്ടെങ്കിലും അപ്പോൾ നമ്മുടെ ബിജു ഇത്രയും അഭിമാനകരമായ നേട്ടങ്ങൾ കരസ്ഥമാക്കിയ ഒരു മകനാണ്. അപ്പോൾ അമ്മയ്ക്ക് മകനെക്കുറിച്ച് എന്താണ് അഭിപ്രായങ്ങൾ പറയാനുള്ളത്? എൻ്റെ മകൻ ഇത്രയൊക്കെ നേടിയെടുക്കുമെന്ന് എൻ്റെ മനസ്സിൽ പോലും ഇല്ലായിരുന്നു. കാരണം ജനിച്ചു കഴിഞ്ഞ് 5 വയസ്സ് വരെ നടക്കാതെ സംസാരിക്കാതെയൊക്കെ ഇരുന്നതാണ്. അങ്ങനെ ഞാൻ നേർച്ചകളൊക്കെ നേർന്ന് പിന്നെ നടക്കാൻ തുടങ്ങി സംസാരിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് സ്കൂളിൽ കൊണ്ടാക്കി. ഈ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് വെറുതെ ഇങ്ങനെ ഇരിക്കുമെന്നല്ലാതെ ടീച്ചർ പറഞ്ഞു കൊടുക്കണമെന്നൊന്നും തലയിലോട്ട് കയറണമില്ല, മനസ്സിലാകണമില്ല. ഇവിടെ വന്ന് ഞാൻ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പഠിപ്പിച്ച് വായിച്ചൊക്കെ കൊടുക്കും. അത് പറയണ പോലെ ഇങ്ങോട്ട് പറയുമെന്നല്ലാതെ തലയിൽ നിൽക്കണില്ല. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ 7 കൊല്ലം ഇവിടെ 4ാം ക്ലാസ് വരെ 7 കൊല്ലം പഠിച്ചു. അപ്പോൾ ടീച്ചർ തന്നെ പറഞ്ഞു ഇവനെ ഇനി പഠിക്കാനാക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് അവന് തലച്ചോറിന് എന്തോ ഇതുണ്ട്, പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് കാണിക്കുന്നു. ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. അങ്ങനെ ഞാൻ ലൂർദ് ആശുപത്രിയിൽ കൊണ്ടുചെന്ന് അവിടെ തലയുടെ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഈ കുട്ടിക്ക് ജനിച്ചപ്പോഴുള്ള തലച്ചോറ് മാത്രമേ ഉള്ളൂ, തലച്ചോറിന് വളർച്ചയില്ല. അതുകൊണ്ട് ഈ കുട്ടി
എന്താണ് കാണണമെന്ന് വെച്ചാൽ അത് കാണുമെന്നല്ലാതെ അതിന് തലയിൽ നിൽക്കണില്ല. നിങ്ങൾ എന്തെല്ലാം പറഞ്ഞു കൊടുത്താലും തലയിൽ നിൽക്കില്ല, സംസാരിക്കുകയില്ല. ടീച്ചറെ, നമുക്ക് ഇപ്പോൾ ചെല്ലാനം ബഡ് സ്കൂളിന് അഭിമാനകരമായ നേട്ടങ്ങൾ കൈവരിച്ച ഒരു വിദ്യാർത്ഥിയാണ് ബിജു. അപ്പോൾ ടീച്ചർ എന്നുള്ളൊരു നിലയ്ക്ക് ബിജുവിനെ കുറിച്ച് എന്താണ് നമ്മുടെ ചെല്ലാനത്തെ ജനങ്ങളോടൊക്കെ സംവദിക്കാനുള്ളത്? ടീച്ചർ എന്ന നിലയ്ക്ക് ബിജുവിനെ പറ്റി ഞങ്ങൾക്ക് എല്ലാവർക്കും, സ്റ്റാഫും ഇവിടുത്തെ കുട്ടികൾക്കും എല്ലാവർക്കും നല്ല അഭിപ്രായം തന്നെയാണ്. കാരണം വളരെ ടാലന്റിലായിട്ടൊരു കുട്ടിയാണ്. നമ്മളിപ്പോൾ 2017-18 ഇയറിൽ നടന്ന കലോത്സവം തന്നെയാണ് നമ്മുടെ സ്കൂൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അതിൽ നമ്മൾ തന്നെ ജില്ലാ ബേസിലും സ്റ്റേറ്റിലും നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത മത്സരങ്ങളിൽ വിജയം കൈവരിക്കാൻ സാധിച്ചു. ആ വർഷമായിരുന്നു ബിജു തന്നെ കലാപ്രതിഭയായും തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് കൈകാര്യം ചെയ്യാനും നന്നായിട്ട് പാടാനുള്ള കഴിവുണ്ട്. പിന്നെ അതേപോലെ തന്നെ നന്നായിട്ട് ഡാൻസും ചെയ്യും. ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ ബിജു കാര്യമായിട്ട് അഭ്യസിച്ചതൊന്നുമല്ല. ബിജുവിലുള്ള കഴിവിനെ നമ്മളൊന്ന് പ്രോത്സാഹിപ്പിച്ചു കൊടുത്തു എന്ന് മാത്രം. വളരെ നല്ല, അതായത് വളരെ ക്ഷമയോടുകൂടി ഇരുന്ന് നമ്മൾ പറഞ്ഞു കൊടുത്താൽ കേൾക്കാനുള്ള ഒരു മനസ്സൊക്കെ ബിജുവിനുണ്ട്. അപ്പോൾ ആ ഒരു ക്ഷമയുടെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ബിജുവിന് ഇത്രയും വിജയം കൈവരിക്കാൻ സാധിച്ചത്. നമ്മുടെ ഇടയിലുള്ള ഒരുപാട് ഇതുപോലെ അറിയപ്പെടാതെ കിടക്കുന്ന കലാകാരന്മാരുണ്ടാവും. അവർ ഒരുപാട് നേട്ടങ്ങൾ നേടിയിട്ടുണ്ടാവും. പക്ഷെ നമ്മളത് തിരിച്ചറിയാൻ വൈകിയിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരം കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ചെല്ലാനം മീഡിയയുടെ ഈ സെഗ്മെൻറ്റ് കൊണ്ടുള്ള ഉദ്ദേശമെന്ന് ആദ്യമേ നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇത്തരം കലാകാരന്മാർക്ക് ആദ്യത്തെ ഒരു ചവിട്ടുപടി മുന്നോട്ടുള്ള പ്രോഗ്രാമുകൾക്കും അവർക്ക് ഉയർന്ന രീതിയിലുള്ള വരാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കുന്നതിനുമുള്ള ഒന്നാമത്തെ ചവിട്ടുപടിയായിട്ട് ചെല്ലാനം മീഡിയയെ നമുക്ക് കാണാം. എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം, മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം.